അത് നവീനും ഞാനും ഒന്നിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചരടൊന്നുമല്ല. ഞങ്ങള് തമ്മിൽ പിരിയാൻ വേണ്ടി അവൾ ഏതോ ദുഷ്ടമന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന ചരടാ. എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ പിന്നെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ? ആ അനിയ സാറ് എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? അതൊക്കെ അവിടെ വെച്ചേ. ഇറങ്ങി ഇറങ്ങ് ഇറങ്ങമ്മേ, ഇറങ്ങ്. എന്താ അമ്മേ, എന്താ ഈ കാണിക്കുന്നേ? സൂക്ഷിച്ച്. അയ്യോ, അമ്മ എന്ത് പണിയെ കാണിച്ചേ? അമ്മയോട് ആരും ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇതെല്ലാം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു. എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാന്ന് കരുതി. ഞാൻ വന്നിട്ട് ചെയ്താ പോരായിരുന്നോ? ഇതെന്ത് കോല അമ്മേ, ദേഹക്കാകെ വേർത്ത്. അമ്മ വന്നേ. അയ്യോ അമ്മേ, 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 എന്താ പറ്റിയേ അമ്മേ? അയ്യോ അമ്മേ, അമ്മേ, എന്താ പറ്റിയേ? എന്താ എന്താ എന്ത് പറ്റി? അമ്മ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത് അമ്മായി കണ്ടില്ലായിരുന്നോ? ഒന്ന് വിലക്കായിരുന്നില്ലേ? 2-3 തവണ ഞാൻ പറഞ്ഞതാ, സുഖമില്ലാത്തതാണ്, ഇതിനൊന്നും നിൽക്കരുതെന്ന്. പറഞ്ഞ കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? സ്വന്തം അസുഖത്തെ കുറിച്ച് സ്വയം ചിന്തിക്കണ്ടേ? അകത്ത് കൊണ്ടുപോയി കെടുത്തു മോളെ. എന്റെ തങ്കം, അവൾ എത്രമാത്രം തങ്കത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാ. എന്നിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറിയാലോ? ചെല്ല അവളുടെ കൂടെ ചെല്. മോള് പേടിച്ചോ? അമ്മയ്ക്ക് ചെറിയൊരു ക്ഷീണം വന്നതാ. ഇപ്പൊ കുഴപ്പമില്ല. അമ്മ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണോ? അമ്മേ, എന്താ അമ്മേ? കഠിനമായൊരു ജോലിയും ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ? എന്നിട്ട് മോള് ക്ഷമിക്കേ. ക്ഷമിക്കാൻ പറഞ്ഞതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുമോ? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ? അതോ എന്തെങ്കിലും പറ്റി അവസാനിപ്പിച്ചിട്ട് എന്നേക്കുമായിട്ട് എന്നീന്ന് അകലാന്നാണോ? നീ എന്താ ചോദിച്ചേ? നിന്റെ അടുത്തൊന്ന് അകന്നു പോവാനോ? അമ്മയുടെ ജീവൻ പെട്ടെന്ന് പോകണേന്ന് വിചാരിച്ച് ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ അത് പിടിച്ചു നിർത്തിയില്ലേ? ജീവിക്കാനുള്ള ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ടാക്കി തന്നില്ലേ? നിന്നെ പോലെ സ്നേഹമുള്ളൊരു മോളെ വിട്ട് ഒരമ്മയ്ക്ക് പോകാൻ പറ്റുമോടി? എനിക്ക് നിന്നെ സ്നേഹിച്ച് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ശരി, ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള പണികളൊന്നും ചെയ്യുന്നത് ഞാൻ കാണരുത്, കേട്ടല്ലോ? അമ്മയ്ക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. അമ്മ ഇന്നും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അമ്മയുടെ മോള് തളരാതെ നിൽക്കേണ്ട സമയമാണ്. ഇനി ഇങ്ങനെയൊന്നും കാണിക്കല്ലേ അമ്മ. പോട്ടെ, ഇനി അമ്മ മോളെ വിഷമിപ്പിക്കില്ല.
ഇങ്ങനെ കിടക്കുമ്പോ എന്തൊരു സമാധാനം എന്നറിയോ എനിക്ക്. ഇപ്പൊ എനിക്ക് ഒന്നിനെ കുറിച്ചും പേടി തോന്നുന്നില്ല. മോളോട് മമ്മി ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ മമ്മി? സർപ്പശാപം എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് കളരിക്കലുള്ളവരെല്ലാവരും പറയുന്നുണ്ട്, പൂജാരികളും സിദ്ധനും എല്ലാവരും. പക്ഷേ എന്നിട്ടും എന്താ വീണ്ടും ആ നാഗം മോളുടെ പുറകെ തന്നെയുള്ളത്? നോക്ക്, ഇതിനു മുമ്പ് എന്തെങ്കിലും അനിഷ്ട സംഭവം മോളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മോൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെയൊന്നുമില്ല. മോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാ. മോളുടെ ആഗ്രഹം പോലെ എന്നെന്നും നവീനോടൊപ്പം നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ആ, ഒരിക്കല് ഞാൻ അനിയ സാറുമായിട്ട് നാഗക്ഷേത്രത്തിൽ പോയപ്പോ എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. എന്റെ കയ്യിലിരുന്ന കലശക്കുടം അറിയാതെ നാഗദേവതകളുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിലേക്ക് വീണു. അതിന് അന്ന് തന്നെ അനിയൻ സാറ് പറഞ്ഞ പരിഹാരക്രിയകളൊക്കെ ചെയ്തതാണല്ലോ. അല്ല മോളെ, അതിനുശേഷം പുഴിയോരം വീട്ടിൽ വെച്ച് നീ നാഗത്തെ കണ്ട് പേടിച്ചതല്ലേ? അന്ന് കൃഷ്ണ ഒരു ചരട് കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ കെട്ടിത്തന്നായിരുന്നല്ലോ. ആ ചരട് എവിടെ? എന്റെ മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവള് തന്ന ആ ചരട് കെട്ടിയതുകൊണ്ടാണോ ഈ നാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്? അവള് ചരടും കൊണ്ടുവന്നു, നാഗങ്ങൾ ഒഴിഞ്ഞു പോയപ്പോ ആ ക്രെഡിറ്റ് അവളങ്ങ് എടുക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, എന്നാലും ആ ചരട് എവിടെ? അവളുടെ പേര് കേൾക്കുന്നതോ കാണുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെയാ അവള് ജപിച്ച് എനിക്ക് കൊണ്ടുവന്ന ആ ചരട്. മമ്മി, അത് നവീനും ഞാനും ഒന്നിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചരടൊന്നും അല്ല. ഞങ്ങള് തമ്മിൽ പിരിയാൻ വേണ്ടി അവൾ ഏതോ ദുഷ്ടമന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന ചരടാ. എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ പിന്നെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ? ആ അനിയ സാറ് എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൂടെ നിന്നപ്പോ എനിക്കറിയാം, അനിയ സാറ് ഒരു മകളുടെ പരിഗണനയാ അവക്ക് കൊടുക്കുന്നത്. ഞാനത് അനുഭവിച്ചതല്ലേ. മോളെ, ചരട് എവിടെയാ വെച്ചിരിക്കുന്നത്? അതെവിടെ നഷ്ടപ്പെട്ടു നിങ്ങളും പറഞ്ഞതാ? മമ്മി വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണോ? അത് പോയി, അത്ര തന്നെ. ദേ, അനിയ സാറിന്റെ കാര്യം പറഞ്ഞു തീർത്തില്ലല്ലോ. മമ്മി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്നാ. പക്ഷേ അനിയ സാറുണ്ടല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. നിഷ്കളങ്കമായ ചിരിയാ. അനിയ സാറ് ചിരിച്ചും കളിച്ചും അടുത്തോട്ട് വരുമ്പോ എനിക്ക് ശരിക്കും ഒരച്ഛന്റെ വാത്സല്യം കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താ മമ്മി അങ്ങനെ തോന്നാൻ? എനിക്കറിയില്ല. എനിക്കൊരു സംശയം തോന്നി പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നത്? ഹാ,